ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ? രാജ്യം മുഴുവൻ ചോദിക്കുന്ന ചോദ്യവും അതുതന്നെയാണ്. ഏതായാലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി സമരം കടുപ്പിക്കുക തന്നെയാണ് CJP. തീരുമാനമായില്ലെങ്കിൽ വീണ്ടും പാർലമെന്റ് മാർച്ച് നടത്തും. കേന്ദ്രമന്ത്രിമാരും CJPയും തമ്മിലുള്ള ചർച്ച 3 മണിക്കാണ്. അതേസമയം സമരക്കാരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പ് മാറ്റാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ടൈഫോയിഡ് ബാധയ്ക്കിടയിലും സമരം തുടരുമെന്ന അഭിജിത് ദീപ്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. हेलो एवरीवन, जैसे कि आप सबको पता था पिछले कुछ दिनों से मेरी तबीयत ख़राब थी. सो ब्लड रिपोर्ट्स आ गए एंड आई हैव बीन डायग्नोज्ड विद टाइफॉइड और ट्रीटमेंट चल रहा है मेरा. रोज़ सुबह और शाम को IVs लग रहे हैं. बट आई रियली वांट टू थैंक ऑल द कॉकरोचेस जो पूरे देश भर में पीसफुली प्रोटेस्ट कर रहे हैं और इस मूवमेंट को इतना सक्सेसफुल बना दिया है आप लोगों ने. अ बिग थैंक यू टू ऑल एंड कॉन्ग्रेचुलेशंस टू यू ऑल फॉर मेकिंग दिस मूवमेंट सच अ बिग सक्सेस. एंड आई एम वेरी श्योर अगर हम ऐसे ही पीसफुली प्रोटेस्ट करेंगे तो धर्मेंद्र प्रधान का इस्तीफा ज़रूर होगा. थैंक यू वेरी मच. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൈഫോയിഡ് ബാധിതനായിട്ടും സമരം തുടരുക തന്നെയാണ്. അഭിജിത് ദീപ്കെ ഇന്നും കടുത്ത നിയന്ത്രണമാണ് രാജ്യതലസ്ഥാനത്ത്. 18 മെട്രോ സ്റ്റേഷനുകൾ അടഞ്ഞു കിടക്കുകയാണ്. അതിനിടെ പാറ്റ പ്രയോഗത്തിൽ വിശദീകരണമായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര രംഗത്തെത്തുന്നത് കണ്ടു. യുവാക്കളെയല്ല വ്യാജ ബിരുദം നേടി അഭിഭാഷകരാകുന്നവരെയാണ് ഉദ്ദേശിച്ചതെന്നാണ് വിശദീകരണം. നോബൽ മാരിക്കാരനും സജോ ദേവസിയുമാണ് ചേരുന്നത്. നോബലിലേക്ക് പോയാൽ നോബൽ രാജി ഇല്ലാതെ വഴങ്ങില്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് CJP. രാജിവെച്ചില്ലെങ്കിൽ പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും, കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടെ ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പ് മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് CJPയുടെ തുടർ നീക്കങ്ങൾ? ചർച്ചയിൽ ഇന്നൊരു സമവായത്തിന് സാധ്യതയുണ്ടോ? വിനീത, ഇന്നിപ്പോൾ 3 മണിക്ക് ശേഷമാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമെന്ന നിലപാട് പങ്കുവച്ചില്ലെങ്കിൽ ഈ ചർച്ച വിജയിക്കാനുള്ള സാധ്യത ഇപ്പോഴും വളരെ കുറവാണ്. രാവിലെ നമ്മൾ അഭിജിത് ദീപ്കെ അടക്കമുള്ള ആളുകളുടെ വീഡിയോകൾ കണ്ടു. അതോടൊപ്പം തന്നെ മറ്റു ചില ആളുകൾ നമ്മൾ സംസാരിച്ചിരുന്നു. ഒപ്പം ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ കണ്ടിരുന്നു. ഇവരൊക്കെ ഇപ്പോഴും ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലൊരു നിലപാടിലേക്ക് കേന്ദ്രം ഇന്നലെ ഉറപ്പു നൽകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും ഇന്നും ആ നിലപാട് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ചർച്ച പരാജയപ്പെടാനുള്ള സാധ്യതയാണല്ലോ. കാരണം കോക്രോച്ച് ജനതാ പാർട്ടി ഈ ഘട്ടത്തിൽ ഇപ്പോൾ അവരുടെ ആവശ്യത്തിന് പുറകോട്ട് പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അവർ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ചർച്ചയിൽ നേരത്തെ കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് ഈ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി മാത്രമുള്ള വിഷയത്തിലാണ് ഇപ്പോൾ ചർച്ച അലசி നിൽക്കുന്നത്. ഈ കാര്യത്തിൽ ഇന്നും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. കാരണം വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം എല്ലായിടത്തും നമ്മൾ കാണുന്നു. പ്രത്യേകിച്ച് അവധി ദിവസമാണ് നാളെയും ഒക്കെ. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ വിവിധ ആളുകൾ പ്രതിഷേധ വേദിയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. സംഘർഷ സാധ്യത അടക്കം ഉണ്ട്. പലയിടത്തും യുവാക്കൾ കൂട്ടമായി നിൽക്കുന്നു. സുരക്ഷ ശക്തമായി തന്നെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ട്. എന്താണെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ രാജി എന്ന നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്നിപ്പോൾ അതിൽ അനുകൂല തീരുമാനം പറയാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്നിപ്പോൾ ഇത് നമുക്കിപ്പോൾ ചീഫ് ജസ്റ്റിസ് വാഹനമാണ് പോയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ആണ് ഇപ്പോൾ പോകുന്നത്. എന്താണെങ്കിലും ചീഫ് ജസ്റ്റിസ് വാഹനവ്യൂഹം പോകുന്നു. ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത് ഈ പാറ്റ പ്രതിഷേധം, പ്രത്യേകിച്ച് ഈ പാറ്റകളുടെ കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് പരാമർശമാണ് നേരത്തെ പാറ്റ പാർട്ടിക്കുള്ള രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്തത്. എന്താണെങ്കിലും ഇന്നലെ പറഞ്ഞത് താൻ യുവാക്കളെയല്ല ഉദ്ദേശിച്ചത് എന്താണ് പാർട്ടികളുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ താൻ ഉദ്ദേശിച്ചത് ഇപ്പുറത്തിൽ വ്യാജ ബിരുദങ്ങൾ തേടി വരുന്ന അഭിഭാഷകർ അടക്കമുള്ള ആളുകളെയാണ് എന്നൊരു വ്യക്തതയും വരുത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവർ ഇപ്പോഴും ആ നിലപാട് മുമ്പ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞ നിലപാടിനെ ഇപ്പോഴും വിമർശിച്ചുകൊണ്ട് രംഗത്തിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതാണെങ്കിലും ശക്തമായ നിലപാടാണ് കോക്രോച്ച് ജനതാ പാർട്ടി എടുത്തിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്ന നിലപാട് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അതേസമയം കഴിഞ്ഞ രാത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വീഡിയോ സന്ദേശം പുറത്തേക്ക് വിട്ടിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ സന്ദേശത്തിൽ ആ യുവാക്കൾ എടുത്ത നിലപാടുകളെ അഭിനന്ദിച്ചുകൊണ്ടും അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് വീഡിയോ വന്നത്. അതിന് പിന്നാലെ രാഹുൽ ഗാന്ധി വിമർശനം ഇന്നിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ രാജി അത് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഇന്നും ഈ ചർച്ച പരാജയപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. രാജിയിലേക്ക് പോകാൻ ഒരു സാധ്യതയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോഴും കാണുകയും ചെയ്യുന്നില്ല. വിനിത.